നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ സാമ്പാറാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് വെള്ളത്തിലിട്ടെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് സവാള അരിഞ്ഞത് വേണം. 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, കറിവേപ്പില. ഇതിലേക്കായിട്ട് വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ബീൻസും വഴുതനങ്ങയുമാണ്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർക്കാം, മുരിങ്ങയ്ക്ക വേണമെങ്കിലും ചേർക്കാം, കായ വേണമെങ്കിലും ചേർക്കാമേ. ഇനി ഇതിലേക്കായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാൻ 3 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും വേണം. ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വെള്ളത്തിൽ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തുവര നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കായം ചേർക്കാം. സാമ്പാർ പൊടിയിൽ കായം ഉണ്ടാവും, പക്ഷെ എക്സ്ട്രാ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഈ സാമ്പാറിൽ ഇറങ്ങും. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റി കൂടെ ചേർക്കാം. ഇപ്പോൾ സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നത് സാമ്പാറിന് കിടുക്കനൊരു ടേസ്റ്റ് തരും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം. പുളിയും ഉപ്പും ഒക്കെ ആദ്യം വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിത് ആദ്യമേ പുളി ഉപ്പൊക്കെ കുറച്ച് ചേർത്തിട്ട് അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇപ്പം നിങ്ങൾക്ക് സാമ്പാറിന് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു ഇൻസ്റ്റൻറ്റ് പോട്ടോ പ്രഷർ കുക്കറോ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം എനിക്കിതിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതേപോലെ പെട്ടെന്നൊരു സാമ്പാറാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഉച്ചയ്ക്കും ചോറിനെടുക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഇൻസ്റ്റൻറ്റ് പോട്ടിലാണെങ്കിൽ ഇതൊരു പ്രഷർ കുക്ക് മോഡിലോ മാനുവൽ മോഡിലോ 5 മിനിറ്റ് ഞാനിത് ഹൈ പ്രഷറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും ഉലുവയും ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വേണം. ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ പ്രഷറൊക്കെ പോയിട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ നമ്മൾ വേവിക്കാൻ വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തുവരയും വെജിറ്റബിൾസും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ട് നമ്മുടെ ഉലുവയ്ക്ക് ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരണം. അതുവരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഉലുവയൊക്കെ ഇങ്ങനെ ആദ്യമേ വറുത്ത് ചേർക്കുന്നില്ലെങ്കിൽ ലാസ്റ്റിൽ ഉലുവ പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയോ സവാളയോ ചേർക്കാം. ഇനി
കുറച്ച് കറിവേപ്പില ഇതേപോലെ കട്ട് ചെയ്ത് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ. ഇനി ഇതൊക്കെ ആവശ്യത്തിന് വഴന്ന് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നമുക്ക് ആവശ്യത്തിന് ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ പുളിയോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഉപ്പും പുളിയൊക്കെ കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. അതും ബാച്ചിലേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതിയാവേ. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു സാമ്പാർ ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും. ചിലർക്കിത് നല്ലതുപോലെ വെള്ളമായിട്ടാണ് ഇഷ്ടം, ചിലർക്ക് നല്ലതുപോലെ ചാറ് കുറുകി വരണം. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചിയൊരു സാമ്പാറാണിത്. ഇത് നമ്മുടെ ടിഫിനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലയെന്നുണ്ടെങ്കിലോ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊരു സാമ്പാർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് നല്ല കിടുക്കൻ ടേസ്റ്റിൽ റെഡിയാക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്